നമസ്കാരം. ദേശവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച വി ശിവൻകുട്ടിക്ക് സസ്പെൻഷൻ. 4 MLA-മാർക്ക് താക്കീത്. മാണി വിരുദ്ധ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. ബാർകോഴ കേസിൽ ഹൈക്കോടതിയിൽ വാദം തുടരുന്നു. ISRO ചാരക്കേസിൽ സർക്കാർ അപ്പീൽ നൽകില്ലെന്ന് രമേശ് ചെന്നിത്തല. 22 4 സ്റ്റാർ ബാറുകൾക്ക് കൂടി ലൈസൻസ് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. അനുമതി പുതുതായി അപേക്ഷ നൽകിയവർക്ക് ഉടൻ ലൈസൻസ് നൽകില്ലെന്ന് എക്സൈസ് മന്ത്രി. മദ്യനയം കോടതിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ബാബുവിന് പരിഭവം. ഹാരിസണിന്റെ 29,185 ഏക്കർ കയ്യേറ്റ ഭൂമി ഏറ്റെടുത്ത സർക്കാർ ഉത്തരവ്. ഏറ്റെടുത്തത് 4 ജില്ലകളിലെ ഭൂമി. അപ്പീൽ നൽകാൻ ഹാരിസൺ 1 മാസത്തെ സാവകാശം. പെട്രോളിയത്തിന്റെ ആഗോള വിലത്തകർച്ച ഇന്ത്യയിൽ പ്രതിഫലിക്കില്ല. കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുത്തനെ കൂട്ടി. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. വില നിയന്ത്രണത്തിൽ സർക്കാർ പരാജയമെന്നാരോപിച്ച് സഭയിൽ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. കേന്ദ്രമന്ത്രി സാധ്വി നിരഞ്ജൻ ജ്യോതിയുടെ വംശീയ വിദ്വേഷ പരാമർശത്തിൽ പാർലമെന്റ് തടസ്സപ്പെട്ടു. സാധ്വി ലോക്സഭയിൽ മാപ്പ് പറഞ്ഞു. കൽക്കരി പാടങ്ങളുടെ പുനർലേലത്തിന് കേന്ദ്ര സർക്കാർ ഓർഡിനൻസിന് രൂപം നൽകും. തടവുകാരുടെ കൈമാറ്റ കരാറിൽ ഖത്തറുമായി ഒപ്പുവയ്ക്കും. ബാർകോഴ വിവാദത്തിൽ സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച വി ശിവൻകുട്ടി MLA-ക്ക് 1 ദിവസത്തെ സസ്പെൻഷൻ. ഡയസിൽ കയറി മുദ്രാവാക്യം വിളിച്ച മറ്റ് 4 CPM MLA-മാർക്ക് താക്കീത് നൽകുകയും ചെയ്തു. കെ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ 2ാം ദിവസത്തെ സഭാ നടപടികൾ സ്തംഭിച്ചു. ബാർകോഴ വിഷയത്തിൽ ആദ്യ ദിനം ഇറങ്ങിപ്പോക്കൽ അവസാനിപ്പിച്ച പ്രതിപക്ഷം 2ാം ദിനം നിലപാട് കടുപ്പിച്ചു. KM മാണിക്കെതിരെ കേസെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തെ വിജിലൻസ് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി തള്ളിയതിനു പിന്നാലെ പ്രതിപക്ഷം സീറ്റ് വിട്ടിറങ്ങി. അകത്ത് കയറിയാൽ നടപടിയുണ്ടാവും. സ്പീക്കർ സഭാ നടപടികൾ തുടരാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി. പിന്നീട് വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ മൈക്കെടുത്തു മാറ്റി ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളി തുടങ്ങി. പ്രതിഷേധം ശക്തമായപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഭ നിർത്തിവെക്കുകയേ നിർവാഹമുണ്ടായുള്ളൂ. 1.5 മണിക്കൂറിന് ശേഷം സഭ വീണ്ടും ചേർന്നപ്പോൾ വി ശിവൻകുട്ടിയെ ഇന്ന് സഭ പിരിയുന്നതുവരെ സസ്പെൻഡ് ചെയ്യാനും പി ശ്രീരാമകൃഷ്ണൻ, TV രാജേഷ്, ബാബു M പാലശ്ശേരി, R രാജേഷ് എന്നിവരെ താക്കീത് ചെയ്യാനുമുള്ള പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. വി ശിവൻകുട്ടിയെ ഇന്ന് സഭ പിരിയുന്നതുവരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും സർവശ്രീ ബാബു M പാലശ്ശേരി, TV രാജേഷ്, പി ശ്രീരാമകൃഷ്ണൻ, R രാജേഷ് എന്നീ അംഗങ്ങളെ കർശനമായി താക്കീത് ചെയ്യുന്നതിനും ഈ സഭ തീരുമാനിക്കുന്നു. പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയതോടെ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം പ്രകടനമായി സഭയ്ക്ക് പുറത്തേക്കും. വരും ദിവസം എങ്ങനെയായിരിക്കും ബാർകോഴ വിവാദം പ്രതിപക്ഷം കൈകാര്യം ചെയ്യുക എന്നതിനെ അനുസരിച്ചാണ് ഇനി സഭയുടെ മുന്നോട്ട് പോക്ക്. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. വി ശിവൻകുട്ടി, ജോസഫ് വാഴക്കൻ, PC ജോർജ് എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ടെലിഫോൺ ലൈനിലും. ആദ്യം വി ശിവൻകുട്ടി, ഇന്നലെയാണ് പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഇത് ശക്തമായി ഉന്നയിച്ചത്. തെളിവുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു CD ഉയർത്തിക്കാണിച്ചത്. പിന്നീട് നിങ്ങൾ സഭയുമായി സഹകരിക്കുകയും ബില്ലുകൾ പാസ്സാക്കാൻ ഗവൺമെൻറ്റിനൊത്ത് ഏതാണ്ട് 9 മണിവരെ സഭ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും ഈ വിഷയം ഉന്നയിക്കുകയും അക്രമാസക്തമാവുകയും ചെയ്തതിൻ്റെ കാരണം എന്താണ്? അക്രമാസക്തമായത് ശരിയല്ല. അക്രമാസക്തമായെന്ന് പറയുന്നത് ശരിയല്ല. ഇന്നലെ പ്രതിപക്ഷം വളരെ ഗൗരവമുള്ള കേരള രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിമാർക്ക് നേരെയും ഉണ്ടാവാത്ത ഒരു അഴിമതി ആരോപണം, 1 കോടി രൂപ ശ്രീ KM മാണി സാറ് വാങ്ങിയെന്നും 5 കോടി രൂപ ചോദിച്ചെന്നും സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഇന്നലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ആ അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ചിടത്തോളം മറുപടി കിട്ടി. ആ മറുപടി തൃപ്തികരമല്ല. ജനാധിപത്യപരമായി ഞങ്ങൾ വാക്കൗട്ട് നടത്തി പുറത്തു പോകുന്നതിന് വേണ്ടി തയ്യാറായി. അപ്പോൾ ഇന്നലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചും അതുപോലെ തന്നെ വിജിലൻസ് കോഡ് അനുസരിച്ചും CRPC അനുസരിച്ചും സാധാരണ ഇതിൽ ക്വിക്ക് വെരിഫിക്കേഷൻ അടക്കം നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള നടപടിയാണ്. പ്രതിപക്ഷ നേതാവ് DGPക്ക് പരാതി കൊടുത്തിരുന്നു.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി 2 മാസം മാത്രം റിട്ടയർ ചെയ്യുന്നതിന് വേണ്ടി കാലതാമസം. അതൊക്കെ ശരിയാണ് ശ്രീ വി ശിവൻകുട്ടി. എന്റെ ചോദ്യം ഇതാണ്, ഇന്നലെ നിങ്ങൾ മാന്യമായി വാക്കൌട്ട് നടത്തി സഭയുമായി സഹകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് പക്ഷേ ആദ്യം വെല്ലിലേക്ക് ഇറങ്ങുകയും പിന്നീട് സ്പീക്കറുടെ ചേംബറിലേക്ക് കയറുകയും അതിനപ്പുറം കടന്ന് താങ്കൾ സ്പീക്കറുടെ മൈക്ക് പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അക്രമം എന്തിന് കാണിച്ചു? അക്രമം കാണിച്ചതല്ല, 1 കോടി രൂപ കൈക്കൂലി വാങ്ങുന്നതിനേക്കാൾ വലിയ ഒരു അക്രമം ഞങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ കാണിക്കുന്നതിനുണ്ട് തയ്യാറായിട്ടില്ല. 1 കോടി രൂപ കൈക്കൂലി വാങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മുദ്രാവാക്യം വിളിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശമാണ് അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കൈക്കൂലി വാങ്ങുന്നതിനേക്കാൾ വലിയ അപരാധമാണ് അവിടെ മുദ്രാവാക്യം. 1 കോടി രൂപ വാങ്ങിയതിനേക്കാൾ വലിയ അപരാധമല്ല ഞാൻ ചെയ്തത് എന്ന് താങ്കളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ശ്രീ വി ശിവൻകുട്ടി ഇന്നലെ അത് സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇന്നലെ അത് ഉന്നയിച്ചപ്പോൾ നിങ്ങൾ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്ന് മാധ്യമങ്ങൾ എഴുതിയപ്പോൾ എന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീണ്ടും സ്പീക്കറുടെ ചേംബറിലേക്ക് കയറി മൈക്ക് പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ സമരത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് നടത്തുന്നത് എന്ന് ആക്ഷേപിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 2ാമത്തെ കക്ഷിയായ CPI ആണ്. അത് മാധ്യമങ്ങൾ കൂടി ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ എന്നാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു പുകമറ സൃഷ്ടിക്കലല്ലേ യഥാർത്ഥത്തിൽ സഭയിൽ ഉണ്ടായത്? അല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ അത് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. ഓരോ കക്ഷികൾക്കും പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ തീരുമാനിക്കണം. ആ തീരുമാനിച്ചിട്ട് ഓരോ കമ്മിറ്റികളും പ്രത്യേക സമരം നടത്തിയിട്ടുണ്ട്. CPI സമരം നടത്തിയിട്ടുണ്ട്, LDF സമരം നടത്തിയിട്ടുണ്ട്. LDFിന്റെ തീരുമാനപ്രകാരം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അടുത്ത മാസം ഈ മാസം ശ്രീ PC ജോർജ്, അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ്, അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനും നിരന്തരമായി നിയമസഭയിൽ പറഞ്ഞത്. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് UDF ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് ആ ഉന്നതാധികാര സമിതി യോഗത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും വിജിലൻസ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും മാണി നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആജാനുബാഹുവായ ഒരു നേതാവിനെതിരെ കിശുവായ ഒരു SP അന്വേഷിച്ചാൽ എങ്ങനെ കാര്യം നടക്കുമെന്ന സ്വാഭാവികമായ ചോദ്യമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ആവർത്തിച്ച് ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു സംശയം അവർക്കുണ്ടാകുന്നത് സ്വാഭാവികം തന്നെയല്ലേ? അല്ലല്ലോ റികേഷ്, നമുക്കറിയാം. ഞാൻ കുറ്റപ്പെടുത്താൻ വിചാരിക്കുന്നത്, പ്രിയങ്കരനായ നമ്മുടെ സഖാവ് പിണറായിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോ പൊളിഞ്ഞുറ കയറി പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. ഇല്ല ശ്രീ PC ജോർജ്, ഇല്ല അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ ശ്രീ PC ജോർജ്. അന്ന് കേന്ദ്ര ഭരണം CPMന്റെ കയ്യിലല്ല. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ് ഇവിടെ. അത് ഇവിടെ CBI ആരുടെ കീഴിലാണ്? CBI കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ? ആയിക്കോട്ടെ, അവിടെ അന്വേഷണം. ഞാൻ പറഞ്ഞത് ഈയനും കാര്യം കൊണ്ട് രാഷ്ട്രീയ തീരുമാനം എന്ന് പറയും. രാഷ്ട്രീയമായ തീരുമാനം UDFിന് എങ്ങനെ എടുക്കാം, ഇടതുപക്ഷ മുന്നണിക്ക് എടുക്കാം. പക്ഷെ നിയമപരമായ കാര്യങ്ങൾ വിജിലൻസിന്റെ ഡയറക്ടർക്കാണ് VS പരാതി കൊടുത്തത്. ഡയറക്ടറാണ് കുക്കി വെരിഫിക്കേഷൻ ഓർഡർ ഇട്ടത്. ഡയറക്ടറാണ് SP ചുമതലപ്പെടുത്തിയത്. അതിനൊന്നും മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. മന്ത്രി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നിയമസഭയിൽ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അദ്ദേഹം ഡയറക്ടറിന്റെ കാര്യം വിശദീകരിക്കുന്നു. ശ്രീ PC ജോർജ്, താങ്കൾക്കറിയാം എന്താണ് വിജിലൻസിലൊക്കെ നടക്കുന്നത് എന്ന്. കൂട്ടിലടച്ച തത്ത എന്ന് വിളിച്ചാൽ പോരാ വിജിലൻസിനെ എന്നറിയാവുന്ന ആളാണ് താങ്കൾ. അഴിമതിക്കെതിരായ മുന്നണിക്ക് നേതൃത്വം നൽകുന്നയാളാണ് താങ്കൾ. ദയവായി തുടരുക ശ്രീ ജോസഫ് വാഴക്കൻ. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് UDF ഉന്നതാധികാര സമിതി യോഗം ചേർന്നു. അതിനാണ് ശ്രീ PC ജോർജ് മറുപടി പറയാൻ ശ്രമിച്ചത്. ഇത് തൊട്ടുവാങ്ങിയ അളിഞ്ഞ കേസാണ്. അതുകൊണ്ട് തന്നെ KM മാണിക്കെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായ ആക്ഷേപം ഉയർന്നു വരുമ്പോൾ അതിലൊരു FIR ഇടണ്ടേ? ആ FIR ഇട്ടിരുന്നെങ്കിൽ തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷ ബഹളം ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയല്ലേ പ്രതിപക്ഷത്തെ സ്പീക്കറുടെ ചേംബറിലേക്ക്? അല്ല, FIR ഇടണമെന്ന് പറയുന്ന അച്യുതാനന്ദൻ തന്നെ പറഞ്ഞത് ഇന്നലെ ചാനലിൽ ഇവിടെ ആരോ പറയുന്നത് കേട്ടു, ഒരു ഹോട്ടലുകാരന് ഇങ്ങനെ മാണി സാർ എന്തോ കൈക്കൂലി വാങ്ങിച്ചു, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം വിജിലൻസ് എന്നല്ലാതെ എന്തെങ്കിലും ഒരു തെളിവ് അച്യുതാനന്ദൻ പറഞ്ഞോ? ഇല്ല. അതേ ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടു, ചാനൽ വെച്ചപ്പോൾ ഇങ്ങനെ കേട്ടു, ആരോ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു, ഇതൊന്ന് അന്വേഷിക്കണം. ശ്രീ ജോസഫ്, ഇന്നലെ പ്രതിപക്ഷ ഉപനേതാവ് ഒരു CD നിയമസഭാ സ്പീക്കർക്ക് കൈമാറാൻ ശ്രമിച്ചു. ആ CD വാങ്ങി നോക്കിയാൽ പോരായിരുന്നു? അതിലെല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് കോടിയേരി പറയുന്നത്. അദ്ദേഹം കുഞ്ഞൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് അറിയാമല്ലോ നിയമസഭയിൽ എങ്ങനെയാണ് ഒരു CD കൊണ്ടുവരേണ്ടത്.
എങ്ങനെയാണ് ഒരു തെളിവ് സമർപ്പിക്കേണ്ടതെന്ന്. അത് നേരത്തെ സ്പീക്കർക്ക് എഴുതി കൊടുത്ത് അതിൻ്റെ അനുമതി വാങ്ങിക്കഴിഞ്ഞാൽ അത് സ്പീക്കർക്ക് മേശപ്പുറത്ത് വയ്ക്കാമല്ലോ. അത് മേശപ്പുറത്ത് വയ്ക്കും, ആ സ്പീക്കർ അംഗീകരിക്കും. അതറിയാൻ പാടില്ലാത്ത ആളൊന്നുമല്ലല്ലോ. അപ്പം എന്താണ് ഇതൊക്കെ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി? ഇതാ ഉണ്ട് എൻ്റെ കയ്യിൽ CD എന്നാൽ അപ്പം എല്ലാവരും പറഞ്ഞല്ലോ. അപ്പോഴത്തന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ അത് അന്വേഷണ ഏജൻസി അങ്ങ് ഏൽപ്പിക്കുക. അപ്പം തന്നെ അങ്ങ് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇവിടെ എത്രയോ ആളുകൾ ഇന്നലെ എല്ലാ ചാനലുകാരും പറഞ്ഞു എന്നാ ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങളതങ്ങ് ഇടാം. ശ്രീ ശിവൻകുട്ടി, താങ്കൾ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ആ CD-യിൽ എല്ലാ രഹസ്യങ്ങളും ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെയോ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്ക് കെ മാണിയെ ശിക്ഷിച്ചുകൂടെ? ഞാൻ വെറുതെ അതായത് ഇന്നിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ CD മേശപ്പുറത്ത് വെക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്പീക്കർക്ക് രേഖാമൂലം തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല പുതിയ നിയമം അനുസരിച്ച് വിഷ്വൽ മീഡിയയിൽ ഇതിന് അഴിമതി ആരോപണത്തെ സംബന്ധിച്ച് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വയമേ തന്നെ പോലീസിന് കേസെടുക്കാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം DGPക്ക് കത്ത് കൊടുക്കാനല്ലാതെ ഓരോ പ്രതികളെയും വിളിച്ച് ചോദ്യം ചെയ്യൽ എന്നുള്ള ജോലി പ്രതിപക്ഷ നേതാവിനുള്ള ജോലിയില്ല. എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലഘട്ടത്തിൽ 3 മന്ത്രിമാരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്തുന്നതിന് വേണ്ടി തയ്യാറായി. എന്തുകൊണ്ട് UDF മാണി സാറിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് ഒരു തെളിവും കൊടുക്കാതെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് ഈ പറയുന്ന PC ജോർജാണ്. നിങ്ങൾ പറയുന്ന 3 മന്ത്രിമാർക്കെതിരെ ആക്ഷേപങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അന്ന് PC ജോർജ് നിരവധി തെളിവുകൾ ഉപോത്ബലകമായി നൽകിയിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ ഒരു CD ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ് ഇതിനകത്ത് എല്ലാ തെളിവുകളും ഉണ്ട് എന്ന്. വളരെ എളുപ്പമല്ലേ? ഒന്നുകിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുക, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുക. അതിലൂടെ കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് താങ്കൾക്കും അറിയാം. പക്ഷേ ഒന്നുമില്ല ഈ CD-യിൽ. ഒരു ബ്ലാങ്ക് CD ഉയർത്തി കാണിച്ച് ശ്രീ വി ശിവൻകുട്ടി കേരള നിയമസഭയെ പറ്റിക്കാമെന്നാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത്? അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ കേരളത്തിൻ്റെ ഒരു വ്യവസായി പ്രമുഖൻ? അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ കേരളത്തിൻ്റെ ഒരു വ്യവസായ പ്രമുഖൻ ഈ 50 വർഷക്കാലം പാരമ്പര്യമുള്ള KM മാണി സാറിനെ പോലുള്ള ഒരു വലിയ മനുഷ്യനെതിരെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആക്ഷേപം 1 കോടി രൂപ പിന്നെ കൊടുത്തെന്നും 3 ഘട്ടമായി കൊണ്ട് കൊടുത്തെന്നും അത് എൻ്റെ കാറിൽ എൻ്റെ ഡ്രൈവറുമായിട്ട് ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിമന്ദിരത്തിൽ കൊടുത്തെന്നും ബാക്കി കാശ് പിന്നെ അത് പാലയിലുള്ള വീട്ടിൽ വെച്ച് കൊടുത്തെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ കൊടുത്തെന്ന് പറയുന്ന ആൾക്കാരുടെ പിന്നെ ടെലിഫോൺ പിന്നെ ടവർ തന്നെ പിന്നെ പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. എന്ന് മാത്രമല്ല അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ ബിജു രമേശൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ആക്ഷേപത്തിൽ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉള്ള വക്കീൽ നോട്ടീസ് മറുപടി കൊടുക്കും. എന്ന് മാത്രമല്ല അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ മാണി സാറിന് തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. അത് CD-യിൽ ഞങ്ങൾ അറിയാവും. എന്താണ് ആ CD-യിൽ? ശ്രീ വി ശിവൻകുട്ടി, നിങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ന് സ്പീക്കറുടെ ചേംബറിൽ കയറി സ്പീക്കറുടെ മൈക്ക് പിടിച്ചു വാങ്ങി എന്നുള്ളതൊക്കെ അംഗീകരിക്കാം. ഈ പറയുന്ന കാര്യത്തിന് ഈ 15 ലക്ഷം 35 ലക്ഷം 50 ലക്ഷം എന്നിങ്ങനെ 1 കോടി രൂപ KM മാണിക്ക് കൊടുത്തു എന്നത് സംബന്ധിച്ച് തെളിവാണ് ഇന്നലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഹാജരാക്കിയതെങ്കിൽ ആ ആക്ഷേപത്തെ സാധൂകരിക്കാൻ ആ CD-ക്ക് കഴിയുമെങ്കിൽ താങ്കൾ ഇന്ന് അവിടെ ചേംബറിൽ കയറി മൈക്ക് പിടിച്ചതിനെ ഞാൻ അംഗീകരിക്കാം. പക്ഷെ ആ തെളിവ് എന്താണെന്ന് പറയൂ. ആ തെളിവിൽ എങ്ങനെയാണ് KM മാണി ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറയൂ. ഇതല്ലേ സമയം? മൈക്ക് പിടിച്ച് വാങ്ങലും നിയമസഭയിൽ ബഹളം നടക്കുന്നത് ആദ്യമായിട്ടല്ല. മുൻപ് ബഹുമാനപ്പെട്ട MV രാഘവൻ വാച്ചാൻ വാർഡിൻ്റെ ഭീകരമായ മർദ്ദനമേറ്റ് വാച്ചാൻ വാർഡിൻ്റെ വലയം ഭേദിച്ചുകൊണ്ട് സ്പീക്കർ അടുത്ത് പോയിട്ടുണ്ട്. കോൺഗ്രസ് സൈഡ് ഒരു MLA സ്പീക്കറെ മടിയിൽ കയറി എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൈക്ക് പിടിച്ച് മാറ്റിയ ഒരു പ്രശ്നമല്ല ഇത്. ഒരു ആക്ഷേപം കേരള സംസ്ഥാനത്തിൻ്റെ പിന്നെ ഹോട്ടലുകളുടെ സ്റ്റാർ ഹോട്ടലുകളുടെ യൂണിയൻ്റെ പ്രസിഡന്റായിട്ടുള്ള ബിജു രമേശൻ ഉന്നയിക്കപ്പെട്ടു. 1 കോടി രൂപ വാങ്ങിയെന്ന് പറഞ്ഞ് ഉന്നയിക്കപ്പെട്ടു. ആ ഉന്നയിക്കപ്പെട്ടപ്പോൾ ഇന്നുള്ള എവിഡൻസ് ആക്ട് അനുസരിച്ചും അതേപോലെ തന്നെ അഴിമതി നിരോധന നിയമം അനുസരിച്ചും സുപ്രീം കോടതി വിധി അനുസരിച്ചും CRPC ആക്ട് അനുസരിച്ചും കോടതി ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി 45 ദിവസമാണെങ്കിൽ 45 ദിവസം കഴിഞ്ഞ ശേഷം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് നോട്ടീസ് അയച്ച് ബന്ധപ്പെട്ട ആൾക്കാർ വിളിച്ചു വരുത്തി കേസ് അന്വേഷിക്കേണ്ട ചുമതല പോലീസിനുള്ളതാണ്. ശ്രീ PC ജോർജ്, താങ്കൾ ഇടപെടുക. കേരളത്തിൽ
ഈ വിഷയം ആദ്യമായി ഉന്നയിച്ചത് ഡോക്ടർ ബിജു രമേശ് മാത്രമല്ല താങ്കളും കൂടിയാണ്. അന്ന് ഇത് 15 കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞയാളാണ് താങ്കൾ. ആ 15 കോടിയുടെ അഴിമതി അത് ഗുരുതരമായ പ്രശ്നമാണല്ലോ കേരളത്തിൽ. നിയമസഭ ചേരുകയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അത് ഉയർന്നു വരില്ലേ? നിയമസഭ മറ്റ് ഒരു കാര്യപരിപാടിയും നടക്കാതെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ശ്രീ വി ശിവൻകുട്ടിയെ പോലുള്ള ഉത്തരവാദിത്ത ബോധമുള്ള അംഗങ്ങൾ ആവശ്യപ്പെടുന്നതിൽ തെറ്റുണ്ടോ? ഷിപി സി ജോർജിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, സ്വാഭാവികമല്ലേ നിയമസഭ വരുമ്പോൾ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്? ഒരു കുഴപ്പമില്ലെന്നേ, ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കട്ടെ. ഇന്നലെ അവതരിപ്പിച്ചു. ഇന്നലെ അടിയന്തര പ്രമേയമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് അത്തരം കഴിവുകളൊക്കെ ഉള്ള ആളാണ് അവതരിപ്പിക്കാനൊക്കെ, അതൊക്കെ അവതരിപ്പിച്ചതാ. പക്ഷേ അതൊന്നും വിശ്വാസമില്ല, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, മാധ്യമങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനകത്തിരുന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വാസയോഗ്യമായിട്ടല്ല പറഞ്ഞത്. പ്രതിപക്ഷത്തിന് പോലും അത് കൺവിൻസിങ് അല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ അത് കഴിഞ്ഞപ്പോഴും അവരെ ഒട്ടും പിന്നെ ബഹളത്തിനൊന്നും പോകാതെ അവരവിടെ അനങ്ങാതിരുന്നത്. ഇന്ന് പത്രങ്ങളിൽ വന്നു ഇവർക്ക് ഒന്നുമില്ലായിരുന്നുവെന്നും ഇവർ കൺവിൻസിങ് ആക്കിയില്ല എന്നും ജനങ്ങൾക്കിത് വിശ്വാസമായില്ല എന്നുള്ളത് പത്രങ്ങളിലും മാധ്യമങ്ങളും വന്നപ്പം ഇന്ന് ഉടനെ പാവം ശിവൻകുട്ടിയെ കൂടെ കയറ്റി മൂളി വിട്ടിട്ട് ആ മൈക്കും പിടിച്ച് പറിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു മാന്യതയില്ലാത്ത പെരുമാറ്റമൊക്കെ നടത്തി വെറുതെ ഇന്നും വാർത്ത സൃഷ്ടിച്ചെന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഈ നിമിഷം വരെ ഒരു തെളിവുമില്ല, ഇവർക്കിത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ കൺവിൻസ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 3-3.5 വർഷമായി ഇരുട്ടിൽ തപ്പുക. അതുപോലെ അവർ ഒരുപാട് വിഷയം കൊണ്ടുവന്നു, ഒരു വിഷയം പോലും കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെ ഇതിലും സംഭവിക്കാൻ പോകുന്നത്. അതല്ലാതെ ഒന്നും സംഭവിക്കില്ല ഇതിനകത്ത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുൾ കോൺഫിഡൻസ് ആ, ഒന്നും സംഭവിക്കില്ല. ഇന്നത്തെ ദിവസം നടത്തുക എന്താ? ജോസഫ് വാഴക്കൻ പറയുന്നത് സത്യമാണ്. കഴിഞ്ഞ ദിവസവും ഇന്നും കേട്ടത് പത്രങ്ങളിലും ടെലിവിഷനിലും സർവ്വതേർവണം നടത്തിയ കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് പുതിയൊരു തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അത് സമഗ്രമായി അവതരിപ്പിച്ചു എങ്കിൽ പോലും ഇന്ന് അതിൻ്റെ ആവർത്തനം മാത്രമാണ് കണ്ടത്. അതിനാണോ നിയമസഭ? ആകെ കൂടുന്നത് 10-40 ദിവസങ്ങളാണ് ഒരു വർഷം. ആ 10-40 ദിവസങ്ങളിൽ ഇങ്ങനെ പോവുകയാണ് പല ദിവസങ്ങളും എന്നുള്ളത് സംസ്ഥാന നിയമസഭയ്ക്ക് തന്നെ നാണക്കേടാണ്. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന അടിയന്തര കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ ആ മറുപടിയിൽ ഞങ്ങൾക്ക് വ്യക്തമായ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ശേഷം വാക്കൗട്ട് നടത്തി പിന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഈ പ്രശ്നം ഗൗരവമുള്ള പ്രശ്നമായതുകൊണ്ട് വീണ്ടും ഇത് കേസെടുക്കാത്തതിൻ്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീണ്ടും സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. എൻ്റെ സുഹൃത്തായ ശ്രീ വാഴക്കൻ പറഞ്ഞു, കഴിഞ്ഞ 3.5 വർഷക്കാലമായി എന്തൊക്കെയാണ് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. കടകംപള്ളി ഭൂമി തട്ടിപ്പ്, സരിതായ നായരുടെ പ്രശ്നം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മുഴുവൻ ആൾക്കാരെ അവിടെ അതെല്ലാം അവതരിപ്പിക്കുകയും കോടതികളിലും അതുപോലെ എല്ലാ കോടതികളിലാണ്. യഥാർത്ഥത്തിൽ ഈ കോടതി കേസുകളിൽ പിന്നെ ഇപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തല കോടതി ചെന്നിട്ട് പിന്നെ ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു എന്നെ ടൈറ്റാനിയം കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞ്. ഹൈക്കോടതി പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾ വിലക്കയറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന്. അപ്പം ജനകീയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ സഭയിൽ പിന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ +2 അനുവദിച്ചതിൽ ഉള്ള അഴിമതി സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭ ഒരു മന്ത്രിക്കെതിരെയാണ് UDF-ലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയുടെ നേതാവിനെതിരെയാണ് ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഒരു മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ മൗനിയായി ഇരുന്നാൽ മതിയോ? മുഖ്യമന്ത്രി എഴുന്നേറ്റ് പറയണ്ടേ? UDF യോഗത്തിന് ശേഷം പറഞ്ഞതുപോലെ KM മാണി നിരപരാധിയാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ശിവൻകുട്ടിയൊക്കെ ചേംബറിൽ കയറി മൈക്ക് പിടിച്ചടക്കുക, അവിടെ വെല്ലിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സഭാനാഥനായ മുഖ്യമന്ത്രി ഇങ്ങനെ സഭാ നേതാവായ മുഖ്യമന്ത്രി ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മതിയോ? മുഖ്യമന്ത്രി ആണല്ലോ ഇവരെ സസ്പെൻഡ് ചെയ്യാനും സെൻസർ ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി തന്നെയാണ്. പിന്നെ മാണിയെ ഡിഫെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അത് കാര്യം കേക്ക്, അതിന്റെ ആവശ്യം എന്തിനെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞൊരു എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിലല്ലേ ഇത്ര സുന്ദരമായ മറുപടി ഒരു മന്ത്രിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല.
വളരെ സുന്ദരമായിട്ട് രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞു. ഒരു മന്ത്രി അപകടത്തിൽപ്പെടുമ്പോ മുഖ്യമന്ത്രി ഇറങ്ങണ്ടെന്നാണോ ഒരു കീഴ്വഴക്കം? ഓരോ അപകടവും ഇല്ലെന്ന് മാണിസാറിന്റെ കറങ്ങി തിരിഞ്ഞ് പൂഴിക്കടകൾ അടിക്കില്ലായിരുന്നു മാണിസാറ്. അതോടെ തകർന്നു പോയി. അവിടെ അവർക്കൊന്നും മിണ്ടാനില്ല. മാണിസാറിനെ ചവിട്ടി കൂട്ടുകയായിരുന്നില്ലേ ഇന്ന് നിയമസഭയിൽ? ചോദ്യോത്തരവേള തുടങ്ങുമ്പോ തന്നെ മാണിസാറിനെ ഹറാസ് ചെയ്യുകയായിരുന്നില്ലേ ഈ ശിവൻകുട്ടി അടക്കമുള്ളവർ? അപ്പോ മുഖ്യമന്ത്രി അവിടെ എന്ന മുഖ്യമന്ത്രിയുടെ തന്ത്രം. മുഖ്യമന്ത്രിയുടെ മാണിസാറ് പൂഴിക്കടകൾ തലകും നിലകും അടിച്ചില്ലേ? ഐസക് പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി, മാണിസാർ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അത് ഏത് വകുപ്പിലുമുണ്ട്, എല്ലാ വകുപ്പും പരിശോധിക്കുന്നു എന്നാണ് വേറെ പരാതി. അത് ധനകാര്യ വകുപ്പിന്റെ കടമയാണെന്ന് പറഞ്ഞപ്പോ ആര്യാടൻ മന്ത്രി ഉപ്പ കൈയടിച്ചു. അതോടെ പ്രതിപക്ഷം നിഷ്പ്രഭമായി. അപ്പോഴാണ് ഇന്നലെ പറഞ്ഞ് പഴകി തുരുമ്പിച്ച ഏതോ ഒരു കൈക്കൂലി കേസും പറഞ്ഞുകൊണ്ട് അച്യുതാനന്ദ സഖാവ് വരുന്നത്. അത് അച്യുതാനന്ദ സഖാവിന് ആത്മാർത്ഥതയില്ല. അദ്ദേഹം വളരെ വളരെ ക്ഷീണിതനായിട്ടാണ് സംസാരിച്ചത്. ഞങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, എന്തിട്ടാ വർത്താനം. പിന്നെ ശിവൻകുട്ടി സ്റ്റേ കയറിയ കാരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ശിവൻകുട്ടി വേറെ ചാനലിൽ പറഞ്ഞതനുസരിച്ച് ഞങ്ങളത് തമാശ പറഞ്ഞ കാര്യം ശിവൻകുട്ടി പറഞ്ഞു. ഇനി അത് പറഞ്ഞാൽ കേട്ടോ എനിക്ക് സമയം കൂടെ തന്നേക്കാൻ ഈ മറുപടി പറയാൻ. ഇത് ഏതായാലും കേരള നിയമസഭ ചരിത്രത്തിൽ ഏറ്റവും കറക്റ്റായി എഴുതി ചേർത്ത പ്രിയങ്കരനായ സുഹൃത്തിനോട് എനിക്ക് ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കും. ഞാൻ അടുത്ത ചോദ്യം ശ്രീ വി ശിവൻകുട്ടിയോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ കെ എം മാണിയെ വിട്ടോ എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ താങ്കളോട് എനിക്കൊന്ന് ചോദിക്കാനുള്ളത് ശ്രീ പി സി ജോർജ്, ഡോക്ടർ ബിജു രമേശിനെ താങ്കൾ ടെലിഫോണിൽ വിളിച്ചു എന്നും ധൈര്യമായി മുന്നോട്ട് പോയിക്കോ അനിയ എന്ന് പറയുകയും അങ്ങനെ ആണ് നിലപാട് എങ്കിൽ എന്തിനാണ് എന്നെ ചേട്ടൻ ചീത്ത വിളിക്കുന്നത് എന്ന് ഡോക്ടർ ബിജു രമേശ് താങ്കളോട് ചോദിച്ചു എന്നും കെ മാണിയെ പറഞ്ഞാൽ പരസ്യമായി എനിക്ക് അങ്ങനെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് താങ്കൾ പ്രതികരിച്ചു എന്നുമാണ് ഡോക്ടർ ബിജു രമേശ് പറയുന്നത്. ഈ വിഷയത്തിൽ താങ്കൾ ശിവൻകുട്ടിയോടൊപ്പം അല്ലേ? കേട്ടോ ദിയേശേ, ശുദ്ധ അസംബന്ധം എന്ന് മാത്രമല്ല, ഇതിന് മറുപടി ഞാൻ അവൻ കൊടുത്തതാ. അവന്റെ വാക്ക് വെച്ച് എന്നോട് ക്ഷമിക്കണം. വൃത്തികെട്ടവന്റെ വാക്കിയാണ് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ അയാളെ വിളിച്ചെന്ന് അയാളെ തെളിയിക്കാമെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, അയാൾ കട്ടി വെച്ച് അയാൾ എന്നെ വിളിച്ചെന്ന്. ശുദ്ധ അസംബന്ധം. ഞാൻ നികേഷ് എത്ര കൊണ്ടായിട്ട് അറിയാം നമുക്ക്. ശുദ്ധ അസംബന്ധം. ഇത്ര കളവ് പറയുന്ന ഒരുത്തരൊന്നും കണ്ടിട്ടില്ല. ഞാൻ അവനെ വിളിക്കുന്ന കാര്യം എനിക്കെന്താ? ആ നുണ പറയുന്നത് കണക്ക് നികേഷേ. ഞാനെന്നാ തെളിയിക്കട്ടവൻ. ഞാൻ അയാളെ വിളിച്ച് തെളിയിച്ചാൽ നികേഷ് പറയുന്ന ശിക്ഷ അനുഭവിച്ചേക്കാം. അത് തെളിവ് കൊണ്ടുപോവാ കാണട്ടെ. പി സി ജോർജ്, അതിന്റെ തെളിവെന്ന് പറയുന്നത് ടെലിഫോൺ രേഖ അല്ല. ബിജു രമേശ് പറയുന്നത് അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പുറത്ത് വിടുകയാണെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അസ്തമിക്കില്ല. കേക്ക് നികേഷേ, അയാൾ എന്റെ ഫോണിലേക്കാണോ വിളിച്ചത്? ഞാൻ അയാളുടെ ഫോണിലേക്കാണോ വിളിച്ചതെന്ന് എന്റെയും അയാളുടെയും ഫോൺ നോക്കിയാൽ അറിയാമല്ലോ. നികേഷിനോട് എന്റെ ഫോൺ തരാം, അവന്റെ ഫോൺ മേടിക്ക്, എന്നിട്ട് ആരാ വിളിച്ചത് നികേഷ് വിലയിരുത്ത്, എന്നിട്ട് വിധി അനുഭവം പറ. ഞാൻ ശിക്ഷ അനുഭവിച്ചേക്കാം. പോരെ. നിങ്ങൾ കെ എം മാണിയെ വിട്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്ന് മൈക്ക് പിടിച്ചു പറിക്കാൻ പോയത്? അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് CPM നടത്തുന്നത് എന്ന ആക്ഷേപം CPI ഉന്നയിച്ചിരുന്നു. അതിനുപോലും വലിയ തർക്കം CPIയുമായി ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾ പോകുമ്പോൾ ഇനി കെ എം മാണിയെ കൂട്ടിയിട്ട് കാര്യം. ഇപ്പോൾ പി സി ജോർജ് സമീപകാലത്തെല്ലാം തന്നെയും UDFനെ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു സമീപനം എടുത്തിട്ടില്ല. പക്ഷേ നിയമസഭാ സമ്മേളനം വരുമ്പോൾ പി സി ജോർജ് UDFിൻ്റെ മുൻനിരയിലുണ്ട്. അപ്പോൾ കെ എം മാണി ഇനി എന്തായാലും LDFിലേക്ക് പോകുന്നില്ല എന്നും ഇനി കെ എം മാണി എന്തായാലും LDFിലേക്ക് വരണ്ട എന്ന് LDFും തീരുമാനമെടുത്തോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ ഇന്ന് ചേംബറിൽ കയറി മൈക്ക് പിടിച്ചു പറിക്കാൻ പോയത്? UDF പിന്നെ ശ്രീ പി സി ജോർജ് നിയമസഭയ്ക്ക് പുറത്ത് UDFിനെതിരായിട്ട് കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് ശക്തമായുള്ളൊരു നിലപാടെടുക്കുകയും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞത് ബാർക്കോഴ 5 കോടിയല്ല 20 കോടിയാണെന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നതിന് വേണ്ടി തയ്യാറായത്. ഞങ്ങൾ ഒരു മുന്നണി എന്നുള്ള മുൻനിലയിൽ പിന്നെ മുന്നണിക്കകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് സമരം നടത്താം. CPI ഒറ്റയ്ക്ക് സമരം നടത്തി, CPM ഒറ്റയ്ക്ക് സമരം നടത്തി, LDF ഇപ്പോൾ ഒരു മാർച്ച് നടത്തി. ഈ മാസം 15-ാം തീയതി വീണ്ടും മാർച്ച് നടത്താൻ വേണ്ടി പോകുന്നു.
ഇന്നലെ ഡിവൈഎഫ്ഐയുടെ പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ഇന്ന് സബ്മിഷൻ അവതരിപ്പിച്ചു. ഇനി ഈ വിഷയം ഞങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായും നിയമസഭയിലും ജനങ്ങളുടെ ഇടയിലും കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജോസഫ് വാഴക്കൻ, നമുക്ക് അവസാനിപ്പിക്കാം ഈ വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അവർക്കൊരു ആത്മാർത്ഥത കുറവുണ്ടോ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബാർ ഉടമകൾക്ക് തുടർച്ചയായി മറ്റ് അസോസിയേഷനുകൾ അഴിമതി ആക്ഷേപവുമായി അല്ലെങ്കിൽ കോഴപ്പണ ആക്ഷേപവുമായി മുന്നോട്ട് വരാത്തത് എന്നാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞിരുന്നത്. ഇവർ ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സർക്കാരിനെ ഒന്നിളക്കാൻ കഴിയില്ലേ? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുമായിട്ട് കഴിഞ്ഞ ഇവർക്ക് ശക്തി ഉണ്ടായിരുന്ന കാലത്ത് ആ ശക്തിയൊന്നും ഇന്നില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇവർ ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കുക, അവർ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാനാവില്ല. കാരണം ഇതൊക്കെ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ 3.5 വർഷമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു നല്ല രീതിയിൽ പോകുന്നൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ ഒന്നും ഇന്നത്തെ ഈ പ്രതിപക്ഷത്തിനെ കൊണ്ട് ഒരു കാര്യവും പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സമരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല. ഇവരെ ഒരു പ്രതിപക്ഷം എന്നുള്ളതിൽ ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് നടത്തുന്ന ഒരു സമരം അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഇവർക്കൊന്നുമില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കണ്ടേ ജനങ്ങളുടെ മുമ്പിൽ? സ്വാഭാവികമായിട്ട് അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ചില തത്രപ്പാടുകൾ എന്നുള്ളതല്ലാതെ ഞങ്ങൾക്കിതിനെക്കുറിച്ച് യാതൊരു ഭയവും ഇല്ല. ഇത് നിങ്ങളാണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇങ്ങനെയായിരിക്കും. നാളെ ഇപ്പോൾ കണ്ടു ഒന്നും ഇതിക്കുള്ള എന്ത് പറയാനാവുള്ളൂ? ഒരു തെളിവ് വേണ്ടേ? കാര്യങ്ങൾക്ക് ഏത് കാര്യത്തിനാണെങ്കിലും അടിസ്ഥാനമില്ലാത്ത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊന്നും കേരളം പോലെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. അല്ലെങ്കിൽ അതുപോലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം പറയണം. അതൊരിക്കലും ഇവർക്ക് കേരളത്തിലെ UDF സർക്കാരിന്റെ മദ്യനയം അതിനൊരു വലിയ തോതിലുള്ള ജനപിന്തുണയുണ്ടായിരുന്നു. VM സുധീരൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ എന്നാൽ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ആ വിഷയം ടേക്ക് ഓവർ ചെയ്ത് കളയാം എന്ന് കരുതിയാണല്ലോ ഉമ്മൻചാണ്ടി കേരളത്തിൽ ബാറുകൾ നിരോധിച്ചത്, ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചത്. അതിനെ ഡിമോറലൈസ് ചെയ്യുന്ന ഒരാക്ഷേപമായിരുന്നു ശ്രീ ബിജു രമേശ് ഉന്നയിച്ചത്. ഇപ്പോൾ കോടതി ഒരു സൈഡിൽ കൂടെ ബാറുകൾ തുറന്നു കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ആകെ ഒരു 418 ബാറിൻ്റെ കണക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ആ 418ഉം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുറന്നു കൊടുക്കപ്പെടാൻ പോവുകയാണെന്നുള്ള സൂചന ഇന്നത്തെ 22 4 സ്റ്റാർ ബാറുകൾ കൂടി തുറക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിലുണ്ട്. ആ തരത്തിൽ ഈ ഒരുപക്ഷെ കേരളത്തെ വീണ്ടും കുടിയന്മാരുടെ തലസ്ഥാനമാക്കി മാറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഈ വിവാദങ്ങൾക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരവാദിത്വത്തോടു കൂടിയാണോ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്നത്, അവതരിപ്പിക്കുന്നത്? ഇത് ഈ ബാറുകൾ, പുതിയ ബാറുകൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റിൽ ഫയൽ വന്ന അവസരത്തിൽ, പാസ്സാക്കുന്നതിൻ്റെ ഫയൽ വന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി KM മാണി തന്നെ നിയമസഭയിൽ സമ്മതിച്ചതാണ്. ഞാൻ അത് അന്നത്തെ ക്യാബിനറ്റിൽ ആ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സമ്മതിച്ചില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ചില നിയമ ഉപദേശങ്ങൾ കൂടി തേടാനുണ്ടോ എന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ മാറ്റി വച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കൊണ്ട് 1 ഗഡു കാശ് ബിജു രമേശിൻ്റെ കാറിൽ കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായത്. അപ്പോൾ ബാർ ഉടമകളും, അപ്പോൾ PC ജോർജ് തന്നെ പറഞ്ഞു 2 മന്ത്രിമാർ കൂടെ ഇതിലുണ്ടെന്ന് പറഞ്ഞു. ബാർ ഉടമകളും അഡ്വക്കേറ്റ് ജനറലും ഗവൺമെൻറ്റും ഇവരെല്ലാം കൂടി നടത്തുന്ന ഒരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം മദ്യവർജനം, കാരണം ഘട്ടം ഘട്ടമായി കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ തന്നെ DYFI-യുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും SFI-യുടെയും നേതൃത്വത്തിലുള്ള നല്ല നിലയിലുള്ള ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. അപ്പോൾ കേരളത്തെ ഒരിക്കലും കുടിയന്മാരുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി CPM ഒരിക്കലും യോജിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്.